വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഉപേന്ദ്രനാണെങ്കിൽ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, വിഷ്ണു ഇല്ലാതെ എന്തോന്ന് വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രാഘവേട്ടൻ കാണിച്ചു കൂട്ടുന്നതല്ലേ, ആ ഡ്രൈവർ പയ്യനെ കൊണ്ട് എല്ലാം കാട്ടിക്കൂട്ടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഏട്ടൻ്റെ അസുഖത്തിൻ്റെ ഭാഗമാണ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപേന്ദ്രൻ ഇങ്ങനെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്. ഏട്ടാ കഥ തുറക്കും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം രാഘവനാർ തുറക്കുന്നില്ല. പക്ഷേ പിന്നീട് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഏട്ടാ എനിക്കാണെങ്കിൽ ഒരു ആവശ്യമുണ്ട്, ഡോക്ടറെ കാണാൻ പോകണം, അപ്പോൾ ഏട്ടൻ കൂടെ വാ, എനിക്ക് ഒരു രോഗിയാണെന്ന് അറിയാമല്ലോ, ഏട്ടനില്ലാതെ എനിക്ക് സഹായത്തിന് വേറെ ആരാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ഉപേന്ദ്രൻ അഭിനയിച്ചങ്ങോട്ട് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങോട്ട് എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്നിട്ട് തുറക്കുന്നില്ല, അനിയൻ വന്നപ്പോൾ വാതിൽ തുറന്നു അല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഭാമ ഒരു സങ്കടം പോലെ പറയുകയാണ്. അന്നേരം എനിക്ക് പിന്നെ അവനല്ലേ ഉള്ളൂ, അവൻ വിളിച്ചാൽ പിന്നെ തുറക്കണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഏട്ടാ എനിക്ക് ഡോക്ടറെ കാണാം, ഏട്ടനെ ഞാനൊന്ന് പുറത്ത് പോയി പോയിട്ട് വരാം, എനിക്ക് ഡോക്ടറെയും കാണാം, ഏട്ടനൊരു ചേഞ്ച് ആവുമെന്ന് പറയുകയാണ്. അന്ന് ശരി പോവാമെന്നും പറഞ്ഞ് രാഘവൻ നായർ നിൽക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, രാഘവേട്ടനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റില്ല, പിള്ള കൂടി വരുമെന്ന് പറയുകയാണ്. ഞാൻ കൂടി വരാം ഒരു കൈ സഹായത്തിനൊക്കെ പിള്ളയും പറയുന്നുണ്ട്. അന്നേരം താനൊന്നും വേണ്ട, ഞാൻ തിരിച്ചു വരുമ്പോൾ താനിവിടെ കാണരുതെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം ഏട്ടത്തി പേടിക്കുകയൊന്നും വേണ്ട, ഡോക്ടറെ കണ്ടാൽ മതി, ഒരു കൂടി പോലെ അരമണിക്കൂർ അല്ലേ ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെ ഭാമ നീയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് രാഘവൻ നായർ പോകാനായിട്ട് തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഇറങ്ങുകയാണ്. അന്നേരവും പിള്ള എന്തൊക്കെ പറയാൻ വരുമ്പോൾ പിള്ള എങ്ങോട്ടോ ദേഷ്യപ്പെടുകയും, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇയാളിവിടെ കാണരുത് കേട്ടോ കള്ള പിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഉപേന്ദ്രനോടൊപ്പം കാറിൽ കയറി ഇങ്ങോട്ട് പോവുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, അനിയനെ കണ്ടപ്പോൾ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന്. അന്നേരം എങ്ങനെയായാലും പെട്ടെന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് ഭാമയും പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ വേലായുധന്റെ വീട്ടിലേക്ക് ചന്ദ്രയും റാണിയും കൂടി ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ ശിവനാണെങ്കിൽ വരുന്നുണ്ട്, കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. അന്നേരം എന്തായിട്ടാ ഇത്, എന്തോ പർച്ചേസ് ഒക്കെ ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു മുണ്ടും ഷർട്ടും വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അയ്യോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൂടെ വാങ്ങിച്ചൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ പരിഭവം പോലെ ചോദിക്കുകയാണ്. അന്നേരം എടി പോത്തെ, നിനക്ക് കല്യാണത്തിനിടാനുള്ള സാരിയാണ് എന്നങ്ങോട്ട് നോക്കിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ചന്ദ്ര കവർ വാങ്ങുന്നുണ്ട്. സാരിയൊക്കെ എടുത്ത് നിവർത്തിയൊക്കെ വെച്ച് നോക്കുകയാണ്. അന്നേരം പിന്നെ ചുരിദാറും ഉണ്ട് എന്ന് പറഞ്ഞ് ശിവനെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം എല്ലാം ഇഷ്ടപ്പെട്ടോ ചോദിക്കുമ്പോൾ എല്ലാം കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഏട്ടൻ എനിക്ക് വാങ്ങാതെ ഏട്ടനൊന്നും വാങ്ങില്ലല്ലോ, കളിപ്പാട്ടായാലും പണ്ട് അങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്ര പറയുമ്പോൾ റാണി പറയുന്നുണ്ട്, എപ്പോഴും ഏട്ടനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് റാണി ആ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ചന്ദ്ര ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, റാണി നോക്കിയിരിക്കുകയാണ്, ശിവനയുടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് വേലായുധനും ഭാര്യയും കൂടി വരുമ്പോൾ ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം എന്തായാലും വീടിന് ഐശ്വര്യമുണ്ട്, വന്ന ഉടനെ കല്യാണം ഉറപ്പിച്ചല്ലോ എന്നിങ്ങനെ വേലായുധം പറയുകയാണ്. അന്നേരം റാണി ഇങ്ങനെ പരിഭവം പോലെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ വെച്ചല്ലേ എൻ്റെ കല്യാണം ഉറപ്പിച്ചത്, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയായി പോയില്ലേന്നും പറഞ്ഞ് ആ ഒരു സങ്കടം പറയുകയാണ്. അന്നേരം വേലായുധനും ഭാര്യ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ ഉള്ളൂ, ആലോചിച്ച് ഉറപ്പിച്ചതല്ലേ, എന്നിട്ട് എന്തായി, അങ്ങനെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പിടിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് റാണി പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ചന്ദ്രയ്ക്ക് എന്തായാലും കണ്ടുപിടിച്ചത് ആൾ ഭാഗ്യമുള്ള ആൾ തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ എങ്കിലും നല്ല ജീവിതമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം പോലെ റാണി അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പിന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, അല്ല വേലായുധം പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ശരിയാണ്, ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് അവളുടെ കല്യാണം പറഞ്ഞത്, വീടിൻ്റെ ഐശ്വര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ കല്യാണം അല്ല പ്രധാനം, അത് കഴിഞ്ഞുള്ള അവരുടെ ജീവിതമാണ്. ആ പപ്പനെ കണ്ടെത്തിയതിലാണ് എനിക്ക് പറ്റിയ തെറ്റ്, പയ്യനെ പറ്റി നന്നായിട്ട് അന്വേഷിക്കണമായിരുന്നു, പപ്പൻ എന്നാണ് റാണിയുടെ പയ്യൻ്റെ പേര്, അവനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു, അതിന് പറ്റിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, ഈ പപ്പൻ ആളെങ്ങനെയാണ്, പറഞ്ഞാൽ നേരെയാവുന്നവനാണോ, എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ സ്വഭാവത്തിന് അവന് തല്ലാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ വേലായുധം പറയുമ്പോൾ, അതിനിപ്പോൾ പുറത്തുനിന്ന് ആളിനെ ഇറക്കണ്ടല്ലോ, ഞാൻ ഉണ്ടല്ലോ, വേലായുധം പറഞ്ഞാൽ മതി, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, ഇല്ലെങ്കിലും തല്ലി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വേലായുധം പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, ആദ്യം പിന്നെ ഇത് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു സദ്യ ഉണ്ടാമല്ലോ എന്ന് ഇങ്ങനെ വേലായുധൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അന്നേരം കല്യാണം എന്തായാലും ഉണ്ട്, സദ്യയില്ലേ, അതൊക്കെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. അന്നേരം പപ്പൻ്റെ കാര്യവും നമുക്ക് പറഞ്ഞ് ശരിയാക്കാം, അതുപോലെ ഇതെല്ലാം ശരിയാവും എന്നിങ്ങനെ ശിവൻ വേലായുധനോട് പറയുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം ആവുന്നുണ്ട്. ഇതേസമയം ഉപേന്ദ്രനാണെങ്കിൽ രാഘവൻ നായരെയും കൊണ്ട് ഒരു റിസോർട്ടിലേക്ക് എത്തുന്നുണ്ട്, അകത്ത് കയറി ഇരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ചുറ്റുമൊക്കെ പറയും നോക്കുന്നുണ്ട്. അന്നേരം ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്, നമ്മുടെ ഒരു റിസോർട്ട് തന്നെയാണ്, ഇങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ഒരുക്കുക തന്നെ വേണം, കുറേ കാലം ഞാനൊരു നരകത്തിലായിരുന്നു, ആ സമയത്താണ് എനിക്കിങ്ങനെ അതിബുദ്ധിയൊക്കെ തോന്നുന്നത്, ഏട്ടനെ ഏട്ടത്തിയമ്മയ്ക്ക് ഒരുപാട് ഉപദ്രവിച്ചത്, പക്ഷേ ഇപ്പോൾ ഞാൻ ശരിക്കും സ്വർഗത്തിൽ തന്നെയാണ്, എല്ലാവരും കൂടി സന്തോഷത്തിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ മരണം അതെന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ്, എൻ്റെ അസുഖം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പിന്നെ അഭിനയിക്കുകയാണ്. അന്നേരം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടടാ, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരാളാണെങ്കിൽ ഇങ്ങനെ മദ്യം കൊണ്ടുവന്ന് ഗ്ലാസും എല്ലാം കൊണ്ടുവരുമ്പോൾ ഒരു സോഡയും വെള്ളവും കൂടി വേണമെന്ന് പറയുന്നുണ്ട്, അയാൾ അതും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ ക്ഷമിച്ചു എന്നുള്ളൊരു വാക്ക് എനിക്ക് വേണമായിരുന്നു, അതിൻ്റെ ഒരു സന്തോഷത്തിന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ടുപേരും കൂടി ചീഴ്സ് പറഞ്ഞ് അല്പം മദ്യം ഏട്ടൻ കഴിക്കണം എന്ന് പറഞ്ഞ് അതങ്ങോട്ട് ഒഴിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നത്, അയ്യോ വേണ്ട, അത് ഫാമ അറിഞ്ഞാലേ എന്നെ പിന്നെ പുറത്തേക്ക് പോലും വിടുകയില്ല,
അവൾ പിടിക്കും, വഴക്ക് പറയും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊന്നും സാരമില്ല ഏട്ടാ, എൻ്റെ കയ്യിൽ നമ്മുടെ ഇതൊക്കെ കഴിച്ചിട്ട് ശകല ഏലയ്ക്ക് എങ്ങോട്ട് ചവച്ചാൽ മതി, ഇനി ഏട്ടത്തിയല്ല ആര് തലകൊത്തി നിന്നാലും പിടിക്കാനൊന്നും പോണില്ല, ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് ഇപ്പോൾ എങ്ങനെ അറിയാം, എൻ്റെ സന്തോഷം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും, എനിക്ക് എൻ്റെ ഏട്ടനല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ഗ്ലാസ് അങ്ങോട്ട് കയ്യിലേക്ക് പിടിപ്പിക്കുന്ന, ഏട്ടൻ കുടിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം രഘുനേരം അതങ്ങോട്ട് കുടിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഉപേന്ദ്രൻ മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് നേരത്തെ പ്രയോഗിക്കേണ്ടതായിരുന്നു, ഒരു കുപ്പി കള്ളിൽ തീർന്നേനായിരുന്നു എല്ലാം എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു മുഖഭാവമൊക്കെ ഇങ്ങനെ മാറുകയാണ്. എന്നിട്ട് ഏട്ടൻ ഇതങ്ങോട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട്, അതെല്ലാം അങ്ങോട്ട് കഴിക്കുകയാണ്. എന്നിട്ട് ഉപേന്ദ്രൻ വീണ്ടും തൻ്റെ അസുഖത്തെക്കുറിച്ചും താൻ ഇനി എത്ര കാലം ഉണ്ടാവും, എൻ്റെ ഏട്ടനെ കാണാൻ പറ്റിയല്ലോ, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ കുറേ ഡയലോഗൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഏട്ടൻ ഇതുകൂടി കഴിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഗ്ലാസും കൂടെ ഒഴിച്ച് കയ്യിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അന്നേരം അത് ഭാമ പിടിക്കും, മണം എന്നൊക്കെ പറയുമ്പോൾ ഏലക്കയല്ലേ ഏട്ടാ നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല, ഏട്ടൻ അങ്ങോട്ട് കുടിച്ചേന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. രാഘവന്നാരെ അത് വീണ്ടും കുടിക്കുന്നുണ്ട്. അന്നേരം നീ എൻ്റെ അനിയൻ തന്നെ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് രാഘവന്നാരുടെ ലെവലൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഉപേന്ദ്രൻ ഇതിങ്ങനെ നോക്കി ആ ഭാവമാറ്റമൊക്കെ നോക്കി ആകെ സന്തോഷത്തിലും ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രേഷ്മയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം മുറിയിലിരുന്ന ശാരദാമ്മയോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാനായിട്ട് സാധിച്ചില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് പറ്റിയില്ല, അത് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം ചിതാഭസ്മം പിന്നീട് എന്തോ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് പാവനാശിനി പുഴയിൽ തന്നെ ഒഴുകിപ്പോയി എന്ന് പറയുകയാണ്. അന്നേരം എന്തായാലും ഒഴുകിപ്പോയല്ലോ, അതങ്ങനെ ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അത് നമ്മൾ ചെയ്യേണ്ട രീതിക്കല്ലല്ലോ, നിമഞ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് ഒഴുക്കി വിടുകയല്ലേ വേണ്ടത്, ഇതല്ലാതെ അങ്ങ് പോയതല്ലേ, അപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും, അതിപ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഞാൻ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. രേഷ്മ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അന്നേരം എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്, മൂലകാരണം ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ശാരദാമ്മ 3 മക്കളെ പെറ്റ് വളർത്തിയില്ലേ, ഒരാളെ കളക്ടറാക്കി, അതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ടും ശാരദാമ്മ പറയുന്നുണ്ട്, എന്ത് നേടി ഞാൻ, ശ്യാമയുടെ ജീവിതം കണ്ടില്ലേ, ഒരു ഭദ്രതയില്ല, ശാരികയുടെ ജീവിതം അങ്ങനെ, ശാലിനിയുടെ ജീവിതം പിന്നെ ഇങ്ങനെയായി, എല്ലാത്തിനും ഞാനാണ് പാവിയായ ഞാൻ മക്കളെ പ്രസവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് ശാരദാമ്മ നിന്നങ്ങ് പൊട്ടി കരയുകയാണ്. പക്ഷേ രേഷ്മയാണെങ്കിൽ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അന്നേരം ശാരദാമ്മയെന്നും പറഞ്ഞ് രേഷ്മ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ തോളി പിടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ശാരികയും ശ്യാമയും കൂടി ദേഷ്യത്തിൽ അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ശ്യാമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ വരുമ്പോൾ മാത്രമാണ് അമ്മ ഇത്രയും സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ നിങ്ങളുടെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്, നിങ്ങളുടെ അമ്മയുടെ മനസ്സൊന്ന് നിങ്ങൾ കാണണം, എന്തോരം വിഷമിപ്പിച്ചാണ് നിൽക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരികയ്ക്കും ദേഷ്യം, ശാരദാമ്മ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശാരിക പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളുടെ കാര്യം നോക്കിയാൽ മാത്രം മതി, ഞങ്ങളുടെ അമ്മയാണ്, ഇങ്ങനെ വന്നിവിടെ സങ്കടപ്പെടുത്താനും കഴിയും, നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക് എന്നിങ്ങനെ, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ അമ്മയെ നോക്കാൻ ഞങ്ങൾക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ശാരദാമ്മ എന്തോ ഒരു മനനില കൈവിട്ട പോലെ ഇങ്ങനെ അങ്ങ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ വീടാണ്, നീ ആരാടി ഇതൊക്കെ പറയേണ്ട, എൻ്റെ ചിലവിൽ കഴിയുന്നവരല്ലേ നിങ്ങൾ, അപ്പോൾ ഇവിടെ എന്നെ കാണാനായിട്ട് പലരും വരും പോകും, അത് നിങ്ങളൊന്നും തിരക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ അറിയുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയുടെ ഔദാര്യത്തിലാണ് നമ്മൾ കഴിയുന്നതെന്നാണോ? അന്നേരം പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഇത്രയും നാൾ നീയൊക്കെ പിന്നെ ഇപ്പോഴും എങ്ങനെയാണ് കഴിയുന്നത്, ഈ ചായക്കടക്കാരിയുടെ കയ്യൂക്കിൻ്റേത് കൊണ്ട് തന്നെ നീയൊക്കെ ആഹാരം കഴിക്കുന്നതും ഒക്കെ, അതുകൊണ്ട് മേലാൽ എന്നെ കാണാൻ ആര് വരും, അതൊന്നും തിരക്കേണ്ട ആവശ്യം നിങ്ങളില്ല, വീണ്ടും ഞാൻ പറയുന്നു, ഇതെൻ്റെ വീടാണ്, ഞാൻ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ, അങ്ങനെ നിൽക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ആകെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല, ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഉമ്മറത്തേക്ക് പോയി നിൽക്കുകയാണ്. മോള് വാന്ന് രേഷ്മയെ വിളിച്ചിട്ടു. എന്നിട്ട് രേഷ്മ അവിടെ നിന്ന് ഇങ്ങനെ ബാഗ് എടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടക്കുകയാണ്, എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കൈത്താങ്ങാൻ നോക്ക്, നിങ്ങളെ ഓർത്തുള്ള സങ്കടം മാത്രമാണ് അമ്മയ്ക്കുള്ളത്, ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങളുടെ അമ്മയൊന്ന് മനസ്സിലാക്കാൻ നോക്കുക, അത്രയെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ നോക്ക്, മക്കളെ ഓർത്തുള്ള ആദ്യം മാത്രമാണ് മനസ്സിലെന്നൊക്കെ പറഞ്ഞിട്ട് രേഷ്മയെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത്രയുമാണ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാകപ്പാടെ വിഷം താൻ കാരണമാണ് തൻ്റെ മക്കൾക്ക് ഇങ്ങനെയുണ്ട്, ശാലിനിയുടെ ജീവിതം നേരെയാകുന്നൊരു വിശ്വാസമെങ്കിലും ശാരദാമ്മയ്ക്ക് ഉണ്ടായത്. പക്ഷേ അതും കൂടി കൈവിട്ട് പോയപ്പോൾ ആകെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ശാരദാമ്മ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ വിശേഷം. ഇനി അവിടെ രാഘവൻ നായരെ തിരിച്ചവിടെ ഉപേന്ദ്രൻ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അവിടെ ഇനി എന്ത് കോലാഹലം ഉണ്ടാകുന്നതും ഇവിടെ കല്യാണമൊക്കെ എന്താകും എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.